നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, മലയാള സിനിമയിലെ സിനിമാ താരങ്ങളെ വലിയ ഇഷ്ടമാണ് പ്രേക്ഷകർക്കല്ലേ. അത് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വലിയ ഇഷ്ടമാണ്. എന്നാൽ ചില ആളുകൾ പലയിടങ്ങളിലും പോയി പല അഭ്യാസങ്ങളും നടത്തുന്നവരുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ശ്രീനാഥ് ഭാസിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ജൂൺ 8 അയർലൻഡിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു സംഗീത പരിപാടി, ഇദ്ദേഹത്തെയാണ് ക്ഷണിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഗീത പരിപാടിയിൽ അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടിയ സംഭവങ്ങൾ പ്രേക്ഷകർ അറിയേണ്ടതാണ്. അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു. ഒന്നുമല്ല, നമുക്കറിയാം, കൃത്യമായി തന്നെ അറിയാം. ആ പരിപാടിക്കിടയിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അത് ആസ്വദിക്കുന്ന കുറേ ആളുകളും അവിടെ മലയാളികളാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി പണം നൽകി പരിപാടിക്ക് വിളിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന അസഭ്യവർഷങ്ങൾ കേട്ട് ചിരിക്കുന്നവരും തിരിച്ചു പറയുന്നവരുമുണ്ട്. അവരാണ് ആർജവം. തിരിച്ചു പറയുന്നവർക്കാണ് ഒരു കയ്യടി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശ്രീനാഥ് ഭാസി ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അതൊന്നും ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. ഇദ്ദേഹം ഉപയോഗിക്കുന്ന ലഹരികൾ എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആകാം, ആ ലഹരിയുടെ ഇതിലായിരിക്കാം അദ്ദേഹം ഇത്തരം പറയുന്നത്. എന്തായാലും നമുക്ക് ആ സംഗീത വിരുന്നിലുണ്ടായ സംഭവം ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. പക്ഷേ കേൾപ്പിക്കുമ്പോൾ നമ്മൾ അദ്ദേഹം ഉപയോഗിച്ച ഈ ഭാഷയിൽ നമ്മൾ പി പി എന്ന് സൗണ്ട് ഇടുമ്പോൾ അദ്ദേഹം വിളിച്ച തെറിയുടെ ദൂരം അല്ലെങ്കിൽ ആഴം എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കേൾപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മളൊരു മലയാളിയല്ലേ. മലയാളികൾക്ക് നാണമുണ്ടാകുന്ന രീതിയിൽ നമുക്ക് കേൾപ്പിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഒന്ന് കേട്ടു നോക്കാം. പാട്ട് പാടാൻ വേണ്ടി നിന്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് നീ മറ്റേ what's your name, bro? Okay, that's so cool, bro. If you're here, this and all that, go do that at your house and shit. Get on. Yeah, let's go. Yeah, പാട്ട് പക്ഷെ അവനാണ് പേര് പോലും പറയുന്നപ്പോൾ അലക്സേട്ടാ കേട്ടോ. എങ്ങനെയുണ്ട്? അത് ആസ്വദിക്കുന്നവരും കാണാം. ആസ്വദിക്കുന്നവർ തിരിച്ചു പറയുമ്പോഴും നമ്മൾ ആ സൗണ്ട് തന്നെ പി ഇട്ടിട്ടുണ്ടോ. ഇവിടെ പറയുന്നത്, ശ്രീനാഥ് ഭാസി നിങ്ങൾ ഹീറോയാ. കാരണം എന്താണെന്നറിയോ, താങ്കളെ വിളിച്ചുകൊണ്ട് പോകുന്ന ഇവരാണല്ലോ മണ്ടന്മാർ. അല്ലെങ്കിൽ ഇവർ നിങ്ങളെ കൊണ്ടുപോകേണ്ട കാര്യമല്ലോ. താങ്കൾ ഇങ്ങനെ തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയിട്ടും താങ്കളെ കൊണ്ടുപോകുമ്പോൾ ആരാണ് ഇതിൻ്റെ പ്രശ്നക്കാർ? താങ്കളെ തേടി വരുന്ന ഇത്തരക്കാർ തന്നെയാണ് പ്രശ്നക്കാർ. അല്ലെങ്കിൽ താങ്കൾ അയർലൻഡിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ശ്രീനാഥ് ഭാസി കേരളത്തിൽ നിൽക്കുന്ന താങ്കളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി ആവേശം എന്നൊരു സിനിമയിലെ ഹിറ്റ് പാട്ട് പാടാൻ പറയുന്നു. അവിടെ തെറി അഭിഷേകം നടത്തുന്നു. അപ്പോൾ ആ കൊണ്ടുപോയ സംഘാടകരും ഇതിൽ എന്ത് പറയാനാ? അവർക്കും ഇത് ചെറിയ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ശ്രീനാഥ് ഭാസി ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും കൂട്ടുമ്പോൾ ശ്രീനാഥ് ഭാസിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കാര്യമുണ്ടോ? കൊണ്ടുപോകുന്നവരെയും കുറ്റം പറയണം. അതിന് യാതൊരു മാറ്റമില്ല. നമുക്കറിയാം, ഇതിനു മുമ്പും ഒരു മാധ്യമപ്രവർത്തകയെ വളരെ മോശമായി ഇദ്ദേഹം അസഭ്യവർഷങ്ങൾ പറഞ്ഞു. അതോടൊപ്പം ഒരു ആർ ജെ ഇദ്ദേഹം ചീത്ത വിളിച്ചത് പുറത്തു വന്നിരുന്നു. പിന്നീട് പോലീസ് കേസായി. പോലീസ് ഇദ്ദേഹത്തിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുന്നു. എവിടെയായി, എന്തായി, ആരന്വേഷിക്കാൻ? ഒന്നുമായിട്ടില്ല. എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു. അതുകൊണ്ട് ശ്രീനാഥ് ഭാസിക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ശ്രീനാഥ് ഭാസി വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ പണം കൊടുത്ത് അയർലൻഡിലേക്ക് കൊണ്ടെങ്കിൽ തെരുവാങ്ങി കൂട്ടുന്ന അവരെയും നമ്മൾ മണ്ടന്മാരെന്ന് തന്നെ വിളിക്കണം. ഇതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. വ്യവസായിയുടെ ഒരു പരിപാടിക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോയി ആവശ്യത്തിന് ചീത്ത കേട്ട്, പക്ഷേ ഇവിടെ ആയതുകൊണ്ട് അടി കൊടുക്കാനെങ്കിൽ അവർക്ക് കഴിയുന്നുണ്ട്. അയർലൻഡിലെ നിയമം അങ്ങനെ അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ അടിയൊന്നും കൊടുക്കാൻ കഴിയില്ല. അത് കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ അവിടെ. കാരണം സെക്യൂരിറ്റിയാണിത് മൊത്തം നിയന്ത്രിക്കുന്നത്. അവർ മലയാളത്തിൽ ചീത്ത വിളിച്ചപ്പോൾ സെക്യൂരിറ്റിക്കൊന്നും മനസ്സിലായിട്ടില്ല. മലയാളത്തിൽ ചീത്ത വിളിച്ചപ്പോൾ കേട്ട് നിന്ന മലയാളികൾക്ക് മനസ്സിലായി. കുറേ പേര് ചിരിക്കുകയും കുറേ പേര് തിരിച്ച് വിളിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ റൂമിൽ എനിക്ക് കിട്ടിയ വലിയൊരു ഇൻഫർമേഷനാണ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു സെൽഫി എടുക്കാൻ ആരാധകൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയ്ക്കുമെതിരായി
വലിയ രീതിയിൽ ചീത്ത വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അയർലൻഡിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ച് പറയുണ്ടായി. പക്ഷെ അത്ര മോശമായിരുന്നു. നമ്മളൊരു ആരാധന മൂത്തിട്ട് അവിടെ പോയതാണ്. അപ്പോൾ അദ്ദേഹം ഷർട്ട് ഇടാതെയാണ് ഇരുന്നത്. പെട്ടെന്ന് റൂമിൽ കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഭാഷ ഷർട്ട് ഇടാതെ ഇരുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ടാണ് പോയതെന്നും പറയുന്നു. അപ്പോൾ ഇദ്ദേഹം വിളിച്ച ചീത്ത ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല എന്നൊരു പേഴ്സണലായിട്ട് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. എന്തായാലും ഇത്തരക്കാരെ മലയാള സിനിമയെ നാണം കെടുത്തുന്ന നിലയിലുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് താരസംഘടന അമ്മയിൽ പോലും മെമ്പർഷിപ്പ് അനുവദിക്കുന്ന കാര്യത്തിൽ ആലോചിക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് നിരവധി പരാതി ഉണ്ടായിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ. ഇതിനു മുമ്പും ഇത്തരം പരാതികൾ ഉണ്ടായിട്ടുണ്ട്. സെറ്റിലെ വിഷയങ്ങളൊക്കെ ആയിട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വടി കൊടുത്ത് അടി വാങ്ങിയാണ് ചില ആളുകൾ ശ്രീനാഥ് ഭാസിയുടെ പിന്നിൽ പോയിട്ട് ആ വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ചുട്ട അടി കൊടുക്കാൻ മറ്റുള്ളവർ ഉണ്ടെങ്കിൽ ആ അടി വാങ്ങാൻ അവരും അർഹനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.